നമസ്കാരം. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു. കെ സുധാകരനെ വിശ്വാസത്തിലെടുത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനാണ് ശ്രമം നടത്തുന്നത്. എന്നാൽ പകരമുയർത്തുന്ന പേരുകൾ അണികളിൽ ആവേശമുയർത്താൻ പോന്നതല്ലെന്നതിനാൽ സുധാകരനെ അനുകൂലിക്കുന്നവർ കടുത്ത അമർഷത്തിലാണ്. ആന്റണിയോ സണ്ണി ജോസഫ് MLA പുതിയ പ്രസിഡന്റ് ആയേക്കുമെന്നാണ് വിവരം. പല പേരുകളും ചർച്ച ചെയ്ത ശേഷം ആ പേരിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പുതിയ അധ്യക്ഷന് കീഴിൽ വേണമെന്ന ധാരണയിലാണ് നേതൃത്വത്തിന്റെ നീക്കങ്ങളെന്നാണ് സൂചനകൾ. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയ സുധാകരനോട് ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേതൃമാറ്റത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകി. കെ സുധാകരനെ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണിക്കുന്നുമുണ്ട്. പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ സുധാകരന്റെ അനുയായികൾക്ക് അമർഷമുണ്ട്. ഇത് പരസ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ സുധാകരനെ കൂടി അനുനയിപ്പിച്ചും വിശ്വാസത്തിലെടുത്തുമുള്ള നേതൃമാറ്റമാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധാകരനെ യാത്രയാകാൻ ഖാർഗെ ഒപ്പം വസതിക്ക് പുറത്തേക്ക് വന്നതും അസാധാരണ കാഴ്ചയായി. അധ്യക്ഷ പദവിയിലെ മാറ്റം ചർച്ചയായില്ലെന്നാണ് സുധാകരന്റെ അടുപ്പക്കാർ നൽകുന്ന വിശദീകരണം. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇക്കാര്യം പരിഗണിച്ചാണ് ഇരു നേതാക്കളെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. സണ്ണി ജോസഫിന്റെ പേരിന് കത്തോലിക്ക സഭയ്ക്ക് താല്പര്യമുണ്ട്. സുധാകരൻ അനുകൂലി കൂടിയാണ് അദ്ദേഹം. സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പുകൾ നയിക്കാൻ പുതു നേതൃനിരയെ രംഗത്തിറക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. കോർ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ഉടൻ കടക്കും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി. മുൻ KPCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ 11 പേരെ ഉൾപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെ ചുമതല ഈ കമ്മിറ്റിക്കായിരിക്കും. UDF-ലും അഴിച്ചുപണി നടത്തിയേക്കും. കൺവീനറായ MM ഹസനെ മാറ്റുമെന്നും സൂചനയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാൽ എല്ലായിടത്തും ഓടിയെത്താൻ സാധിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുധാകരനെ മാറ്റാൻ നീക്കം നടക്കുന്നത്. ജനപിന്തുണയിൽ മുന്നിലുള്ള നേതാവെങ്കിലും KPCC ആസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സുധാകരന് സാധിക്കുന്നില്ല. ഈ ആക്ഷേപം നേതാക്കൾക്കിടയിൽ ശക്തമാണ്. KPCC അധ്യക്ഷന് ഊർജ്ജസ്വലമാകാൻ സാധിക്കുന്നില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത്. കണ്ണൂർ MP എന്ന നിലയിൽ കണ്ണൂരിലാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഇതിനിടയിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയതോടെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സുധാകരന് സാധിക്കാതെ വരുന്നത്. എന്നാൽ ചെന്നിത്തലയും തരൂരും K മുരളീധരനും അടക്കമുള്ളവർ നേതൃമാറ്റത്തെ ഇപ്പോഴും അനുകൂലിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ബെന്നി ബെഹനാൻ, റോജി M ജോൺ എന്നീ പേരുകൾക്കാണ് പരിഗണന നൽകിയത്. എന്നാൽ യാക്കോബായ സഭക്കാരനായ ബെന്നിയെ അധ്യക്ഷനാക്കിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഓർത്തഡോക്സ് വോട്ടുകൾ കൈമോശം വരുന്ന സ്ഥിതിയെ ഹൈക്കമാൻഡ് ഭയക്കുന്നു. ഇതോടെയാണ് മറ്റ് പേരുകളിലേക്ക് നേതൃത്വം കടന്നത്. റോജി M ജോൺ വളരെ ജൂനിയറാണ് എന്നതായിരുന്നു പ്രശ്നം. കേരളത്തിലെ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമെന്നതിനെ തുടർന്നാണ് ആ പേരിലേക്ക് എത്താതിരുന്നത്. മുതിർന്ന നേതാക്കളിലേക്ക് ചർച്ചകൾ എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും PJ കുര്യന്റെ പേര് ഉയർന്നിരുന്നു. ഇതോടൊപ്പം ഉയർന്ന ജോസഫ് വാഴകന്റെ പേര് തുടക്കത്തിൽ തന്നെ വെട്ടി. KC ജോസഫിന്റെ പേരും ഉയർന്നിരുന്നു. എന്നാൽ വീണ്ടും A ഗ്രൂപ്പ് സജീവമാകും എന്നത് മുന്നിൽ കണ്ട് ആ പേരും തുടക്കത്തിൽ തന്നെ വെട്ടി. എല്ലാ ക്രൈസ്തവ നേതാക്കളുമായി ബന്ധമുള്ള PJ കുര്യന്റെ പേരിനോട് എതിർപ്പുയർത്തിയത് രാഹുൽ ഗാന്ധി തന്നെയാണ്. PJ കുര്യൻ മുൻപ് നരേന്ദ്രമോദിയുമായി രാഷ്ട്രീയത്തിന് അതീതമായ അടുപ്പമുണ്ടായിരുന്നതും രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും BJP പിന്തുണയ്ക്കാൻ ഒരുങ്ങിയതുമെല്ലാമാണ് രാഹുലിന്റെ അനിഷ്ടത്തിന് വഴിവെച്ചതെന്നുമാണ് സൂചനകൾ. സംസ്ഥാനത്തെ സാമുദായിക സമവാക്യം പരിഗണിച്ച് ഈഴവ പ്രാതിനിധ്യം നിലനിർത്താൻ അടൂർ പ്രകാശിന്റെ പേരാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചത്. നേതൃത്വവുമായി അടൂർ പ്രകാശ് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. മികച്ച സംഘാടകനാണെങ്കിലും അടൂർ പ്രകാശ് അബ്കാരിയാണെന്ന ആരോപണം ഉയർന്നതോടെയാണ് അദ്ദേഹത്തിന് വെട്ടേറ്റത്. ഈ വിഷയത്തിൽ VM സുധീരനാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ സുധീരൻ നേതൃത്വത്തെ എതിർപ്പ് അറിയിക്കുകയാണ് ഉണ്ടായത്. UDF സർക്കാരിനെ വിവാദത്തിൽ ചാടിച്ച വിവാദ വ്യവസായി ബിജു രമേശിന്റെ അടുത്ത ബന്ധു എന്നതും തിരിച്ചടിയായി. മുമ്പ് അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരു തീരുമാനവും ഉരുത്തിരിഞ്ഞില്ല. ഇതിനൊക്കെ ഒടുവിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്തനംതിട്ട MP ആന്റണിയുടെ പേര് സജീവ പരിഗണനയിലായത്. മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ആന്റോ KPCC സെക്രട്ടറിയായും കോട്ടയം DCC അധ്യക്ഷനായും ചുമതല വഹിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും അടുപ്പമുണ്ട് താനും. ഒപ്പം കത്തോലിക്ക സഭയ്ക്കും പ്രിയങ്കരനാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ 67-കാരനായ ആന്റണിയുടെ പേരിലേക്ക് ദേശീയ നേതൃത്വം എത്തിയത്. വർഷങ്ങളായി സീറോ മലബാർ സഭയ്ക്ക് KPCCയിൽ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്നുള്ള പരാതിയും ആന്റോയിലൂടെ പരിഹരിക്കാമെന്നാണ് AICC നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ പ്രബല വിഭാഗത്തിന് കടുത്ത എതിർപ്പാണ് ഇതിലുള്ളത്.